ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 25-ാം ദിവസം. ബ്രഹ്മാവ് തുടർന്നു: ആ വിശ്വപുരുഷനിൽ നിന്നാണ് സർവ്വസൃഷ്ടികളും ഉണ്ടായത്. ശബ്ദിക്കാനും വർത്തമാനം പറയാനുള്ള അവയവങ്ങൾ അവൻ്റെ വായിൽ നിന്നും, സ്വാതറിയാനുള്ള കഴിവ് അവൻ്റെ നാവിൽ നിന്നും, പ്രാണവായുക്കളും വായുഘടകങ്ങളും അവൻ്റെ മൂക്കിൽ നിന്നും, എല്ലാ ഗന്ധങ്ങളും ഭക്ഷണധാന്യങ്ങളും സ്വർഗീയ വൈദ്യന്മാരും അവൻ്റെ ഘ്രാണശക്തിയിൽ നിന്നും, നിറങ്ങളും വെളിച്ചവും അവൻ്റെ ദൃശ്യശക്തിയിൽ നിന്നും, സ്വർഗവും സൂര്യനും അവൻ്റെ കണ്ണുകളിൽ നിന്നും, ദിക്കുദിശകൾ അവൻ്റെ ചെവികളിൽ നിന്നും, ആകാശവും ശബ്ദവും അവൻ്റെ കേൾവിശക്തിയിൽ നിന്നും, എല്ലാറ്റിൻ്റെയും സത്തും പ്രേമഭാവവും അവൻ്റെ കൈകാലുകളിൽ നിന്നും, വായുവും എല്ലാവിധ ബലികർമ്മങ്ങളും അവൻ്റെ സ്പർശന ശക്തിയിൽ നിന്നും, മരങ്ങളും ചെടികളും അവൻ്റെ മുടിയിൽ നിന്നും, അവൻ്റെ മുടിജടയിൽ നിന്ന് മേഘങ്ങളും, താടിരോമങ്ങളിൽ നിന്ന് ഇടിമിന്നലും, നഖങ്ങളിൽ നിന്ന് പാറകളും ഇരുമ്പും, കൈകളിൽ നിന്ന് കാവൽമാലാഖമാരും, കാൽപാദങ്ങളിൽ നിന്ന് അഭയവും വെള്ളവും സന്താനോൽപാദനവും അവൻ്റെ ജ്ഞാനേന്ദ്രിയത്തിൽ നിന്നും, ലൈംഗികാസ്വാദനം അവൻ്റെ പ്രത്യുൽപാദന ശക്തിയിൽ നിന്നും, മരണത്തിൻ്റെ ദേവതയും വിസർജനവും അവൻ്റെ വിസർജനാവയവങ്ങളിൽ നിന്നും, എല്ലാ നശീകരണ ശക്തികളും നരകവും അവൻ്റെ ഗുദത്തിൽ നിന്നും, പരാജയം അധാർമികത തുടങ്ങിയ തമോശക്തികൾ അവൻ്റെ പുറത്തു നിന്നും, ചെറുതും വലുതുമായ നദികൾ അവൻ്റെ സിരകളിൽ നിന്നും, അവൻ്റെ എല്ലുകളിൽ നിന്നും അലകളും സമുദ്രവും, എല്ലാ ജീവജാലങ്ങളുടെയും തുടക്കവും അവസാനവും അവൻ്റെ ഉദരത്തിൽ നിന്നും, മനസ്സ് അവൻ്റെ ഹൃദയത്തിൽ നിന്നും, ധർമ്മവും എല്ലാ ദേവതകളും അവൻ്റെ ചിത്തത്തിൽ നിന്നും ഉണ്ടായി. ഇവ നിനക്ക് ധ്യാനിക്കുവാനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്ക് പറയുന്നതാണ്. കാണപ്പെടുന്നതും പ്രകടിപ്പിക്കപ്പെടുന്നതുമായ എന്തും ആ ഭഗവാനെ ഓർമ്മിക്കുവാൻ ഉതകണം. നീയും ഞാനും ഈ മുനിമാരും ദേവതകളെല്ലാവരും, അസുരരും മനുഷ്യരും മൃഗങ്ങളും സ്വർഗവാസികളും ചെടിവർഗ്ഗങ്ങളും നക്ഷത്രങ്ങളും ഇടിമിന്നലും മേഘങ്ങളും എന്നുവേണ്ട ഈ വിശ്വം മുഴുവനും ഭൂതഭാവി വർത്തമാനങ്ങളും ആ ഭഗവാൻ തന്നെയാണ്. ആർക്കും ആ മഹിമയെ അളക്കാൻ കഴിയില്ല തന്നെ. ഈ വിശ്വം അവിടുത്തെ പ്രകടിത രൂപത്തിൻ്റെ ഒരു അംശം മാത്രമത്രേ. ഇവിടെയാണ് സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾ നിവസിക്കുന്നത്. പക്ഷേ ചിരഞ്ജീവിത്വം, സംരക്ഷണം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവ മറ്റു ബോധതലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവ ഈ നശ്വര ലോകത്തിൽ നിന്നും ഉയർന്ന അവസ്ഥയാണ്. ചിതറിക്കിടന്നപ്പോൾ ഈ ബോധതലങ്ങൾ ഉപയോഗപ്രദമായിരുന്നില്ല. ഭഗവത് നിയോഗം ഇവയെ ഒന്നിച്ചു കൊണ്ടുവന്ന് വിശ്വപ്രകൃതിയെയും ഒറ്റപ്പെട്ട സൃഷ്ടികളെയും ഉണ്ടാക്കാനിടയായി. നാരദ, നിത്യബ്രഹ്മചാരികൾ, സന്യാസികൾ, അവധൂതർ എന്നിവർ ഉയർന്ന ബോധതലങ്ങളിലാണ് നിവസിക്കുന്നത്. ഗൃഹസ്ഥർ ഈ ജനനമരണ നിബദ്ധമായ ലോകത്തിലും ജീവിക്കുന്നു. അവർ മരണം, സംരക്ഷണം, ഭയം എന്നിവയ്ക്ക് അടിമപ്പെട്ടുമിരിക്കുന്നു. ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 25-ാം ദിവസം സമാപ്തം.